ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഗൈസ് ഒരു ടൂർ പോവാണ് നമ്മളുടെ ജിമ്മിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ വണ്ടർലേ ടൂർ പോവാണ്. സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസാണ് ഈ ഒരു വീഡിയോ. വാവേ കം ഹിയർ ഗൈസ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം അല്ലേ. എന്റെ സ്കിൻ ഭയങ്കര ടാൻ അടിച്ചിരിക്കും അല്ലേ. ഇപ്പൊ വാവയ്ക്ക് എന്താന്ന് വെച്ചാൽ വാവ ഇപ്പൊ എന്തിനാണ് സ്പോർട്സ് നടക്കണം. അതെ, സ്പോർട്സ് നടക്കുമ്പോ ഓരോന്നിന് ചേർന്നിട്ട് ഭയങ്കര വെയിലായിട്ട് ഫേസ് ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ട്. അതിലിപ്പോ ക്ലാസ്സിൽ നിൽക്കില്ല, എപ്പോഴും പുറത്തുനിന്നില്ല. അപ്പൊ വെയിൽ ഞാൻ ഭയങ്കര, എന്റെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഒരു പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നീ സ്കിൻ സൈക്ലിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ സ്കിൻ കെയർ ഉണ്ടാവുമല്ലോ, അത് ഫോളോ ചെയ്ത് പോണതിനെയാണ് പറയണത്. ഈ നിങ്ങളും കൂടി കേൾക്കാനാണ് കേട്ടോ. അത് ഫോളോ ചെയ്ത് പോണതിനെയാണ് നമ്മൾ പറയണത് ഈ സ്കിൻ സൈക്ലിംഗ്. ഈ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ നമ്മൾ മന്ത്ലി ഒരു ഫേഷ്യൽ ചെയ്യണത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ സൈക്ലിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നല്ലൊരു ബെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നീയും കേട്ടോ, ഓക്കെ. പിന്നെ നമ്മളുടെ ഈ സ്കിന്നിൽ വരുന്ന ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ഒരു പരിധി വരെ നമ്മളുടെ സ്കിന്നിന് അതൊക്കെ റിമൂവ് ചെയ്യൂട്ടെ, എന്നിട്ട് ന്യൂ സെൽസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ വലുതാവണതിനനുസരിച്ച്, വയസ്സാവണതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു പ്രൊസീജിയർ സ്ലോ ഡൗൺ, എന്ന് വെച്ചാൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ സ്ലോ ഡൗൺ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൺബേൺ അതേപോലെ ടാന് ഡേർട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ഡെഡ് സെൽസ് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഓരോ സ്കിൻ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാണല്ലോ, ഡെഡ് സെൽസ് ഒക്കെ ഉള്ളത് റിമൂവ് ചെയ്ത് കളയുക അല്ലേ. ഫേഷ്യൽ എന്തിനാ യൂസ് ചെയ്യണേ? ഫേഷ്യൽ നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ, അതേപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യും നിങ്ങളുടെ സ്കിന്നിനെ. പിന്നെ ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡൾനെസ്, അതൊക്കെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളുടെ ഈ ഫേഷ്യൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഫേഷ്യൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ അടുത്ത ടെൻഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ പാർലറിലൊക്കെ പോയി ചെയ്യണ ഒരു ബുദ്ധിമുട്ട്, സമയമില്ലാത്തത്, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളായിരിക്കും. സോ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ പറഞ്ഞത് ഗൈസ്. നിങ്ങൾ പാർലറിലൊന്നും പോകണ്ട, വെറും 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുമല്ല, നമുക്ക് എവിടേക്ക് വേണേലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞത് ന്യൂഡിൻ്റെ 6 സ്റ്റെപ്പ് DIY മേക്ക് ഓവർ ഫേഷ്യൽ കിറ്റാണ്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഗൈസ്, ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ്. കാരണം ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് സൂപ്പറായി തോന്നിയിട്ട്, അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇതിന് 6 സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ ഫേഷ്യൽ കിറ്റ്, ന്യൂഡിൻ്റെ 6 സ്റ്റെപ്പ് DIY മേക്ക് ഓവർ ഫേഷ്യൽ കിറ്റ്. ഇതിൽ 6 സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ക്ലെൻസിങ് മിൽക്കാണ്. അതൊരു റണ്ണി ടെക്സ്ചറാണ് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൽ എല്ലാവരുടെയും നല്ല രീതിയിൽ സ്പ്രെഡായി പോവും. ഡേർട്ടി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കും. ഒരു 5 മിനിറ്റ്സ് മസാജ്, സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് സ്ക്രബാണ്. അതൊരു 2 to 3 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 to 2 മിനിറ്റ്സ് വെറുതെ ലീവ് ചെയ്യുക. അത് നമ്മളുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും നമ്മളുടെ പോൾസിനെ ടൈറ്റൻ ചെയ്യാനും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ആണ്. അത് മസാജിങ് ക്രീമാണ്. അത് നമ്മളുടെ ഫേസിൽ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ്സ് അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ക്രീം എക്സസ് ആയിട്ട് വരുന്നത് നമ്മളൊരു ടവൽ വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ്, ഫേസ് മാസ്ക്. നമ്മുടെ ഫേസിൽ എല്ലാവരുടെയും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ടവൽ വെച്ച് വൈപ്പ് ഓഫ് ചെയ്ത് കളയുക. ഇത് നമ്മളുടെ സ്കിന്നിനെ ഗ്ലോ ആക്കും. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഫേസ് സെറമാണ്. അതൊരു 2 to 3 ഡ്രോപ്സ് നമ്മളുടെ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഗ്ലോ ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് 6 സൺസ്ക്രീൻ ആണ്. അത് നമ്മളുടെ ഫേസിൽ എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക, നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, അപ്വേർഡ് മോഷനിൽ. എന്നിട്ട് അത് ഒബ്സർവ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. ഉള്ളൊരു മന്ത്ലി ഫേഷ്യൽ ചെയ്യണം നിങ്ങളുടെ സ്കിന്നിനെ ഹെൽത്തി സ്കിൻ ആക്കാനും നല്ലൊരു റേഡിയൻ സ്കിൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാളെ വണ്ടർലേ പോവാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ജിമ്മിൽ നിന്ന് ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ
ആ ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കണത് നാളേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതെപ്പോഴാണ് വീഡിയോ വരാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നാളേക്കാണ്. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, കണ്ണിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നിരിക്കുന്നു. പക്ഷെ എനിക്കറിയില്ല എന്താണ് ഡാർക്ക് സർക്കിൾസ് വന്നിരിക്കണേന്നുള്ളത്. സോ ഇപ്പം ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അവിടെ നമ്മൾ ഇട്ടിട്ട് പോകണ ഒരു ഡ്രസ്സുണ്ട്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രസ്സ് ഇടണം. കാരണം എന്തായാലും നമ്മൾ ഇട്ട് പോയ ഡ്രസ്സിൽ നമുക്ക് എന്തായാലും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങണതല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഡ്രസ്സ് കയ്യിൽ കരുതണം. പിന്നെ ഇന്നോവേഴ്സൊക്കെ ഇട്ടിടണം, എക്സ്ട്രാ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ പോയി നനഞ്ഞിതാവണതല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ചെറിയൊരു പാക്കിംഗ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് വണ്ടർല പോണത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ എടുത്തേക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഞാൻ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. സോ കണ്ടോ, ഈ ഒരു ടീഷർട്ടാണ് ഞാൻ ഇടുന്നത്, ഈ ഒരു ട്രൗസറാണ് ഞാൻ ഇട്ടത്. ഇട്ട് നോക്കിയപ്പോഴാണ്, ഇപ്പം ഞാൻ ഇട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈറ്റാണെന്നുള്ളത്. കുറച്ചും കൂടി ലൂസ് സാധനമായിരുന്നു വേണ്ടത്, പക്ഷെ എനിക്ക് ടൈറ്റ് ഉള്ളതാണ് കിട്ടിയത്. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോണതാണെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഞാനൊരു പോക്കറ്റ് ടിഷ്യൂ എടുത്ത് വെച്ചിരുന്നു. കാരണം എനിക്ക് ഇടയ്ക്ക് ആവശ്യം വരും. എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ടിഷ്യൂസ് ആവശ്യം വരും. പിന്നെ നമുക്ക് ആ ഒരു ബോക്സ് അവിടെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഒരു ചീപ്പ് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഒരു മോയ്സ്ചറൈസർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ഇനിയിപ്പോൾ ഡ്രൈ അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. വേറെ മേക്കപ്പ് ഒന്നും നമ്മൾ വെയർ ചെയ്യില്ല. ലിപ്സ്റ്റിക്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മാത്രമേ വെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഞാനൊന്ന് മാപ്പ് ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ ജസ്റ്റ് ഞാനൊന്ന് എല്ലാം എടുത്ത് വെച്ച് ഇവിടെ കേട്ടെ, എന്നിട്ട് നമുക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരാം. ഞാൻ എന്താണ് ഇത്ര ടയേർഡ് എന്നൊന്നും എനിക്കറിയില്ല. ഉറക്കം വന്ന് എനിക്കിങ്ങനെ തെളിഞ്ഞ് ഡാർക്ക് സർക്കിൾസ് കാണാറുമില്ല. എന്താണാവോ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് കാണുന്നത്. സോ ഈ ഒരു ടോപ്പാണ് ഞാൻ വണ്ടർലി പോകുമ്പോൾ ഇടുന്നത്. ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പാണ്. ഇത് ഞാൻ കുറേ നോക്കിയിട്ട് എന്നല്ല, എനിക്കൊരു ആഗ്രഹമുള്ളൊരു ടോപ്പായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല കിട്ടിയത്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച കുറച്ചും കൂടെ ഫിറ്റ് ആയിട്ടുള്ളൊരു ടോപ്പായിരുന്നു. പക്ഷെ ഇത് അത്ര ഫിറ്റല്ല. എനിക്ക് ഒരു ലൂസ് മോഡൽ കിടക്കുന്നത് കണ്ടോ, ഞാൻ അങ്ങനെ വലിയുന്നൊരു ടൈപ്പായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചു, കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു ടോപ്പായിരുന്നു വിചാരിച്ചത്, ബ്ലാക്ക് റൗണ്ട് നെക്ക് ആയിട്ടുള്ളത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ നാളേക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇത് അവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് ഇപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ മടക്കി എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ബാഗാണ് എടുക്കണത് കേട്ടോ. ഇത് എൻ്റെ കോളേജിൽ കൊണ്ടുവന്ന ബാഗാണ്. അത് ചെളിയൊക്കെ പിടിച്ചു. പക്ഷെ എൻ്റെ കയ്യിൽ വേറെ വലിയ ക്യാരി ബാഗ് ഇല്ല. അപ്പം ഞാനത് അവിടെ ഇടേണ്ട ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഇതിൽ കൊള്ളൂ എന്നാണ് എൻ്റെ ഡൗട്ട് ഗൈസ്. പിന്നെ ഇന്നോവേഴ്സ്, അതേപോലെ ഒരു ടവല് ഒക്കെ ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ വെള്ളം നമുക്ക് എടുക്കണം കേട്ടോ. പിന്നെ അവിടെ പോയി ഭയങ്കര വെള്ളത്തിലൊക്കെ കളിച്ച് ഡ്രൈ ആവും സ്കിൻ എന്ന് പറയണ്ട. അപ്പം ഞാൻ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, ടിഷ്യൂ, ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആവശ്യം വരുള്ളൂ. ഞാൻ പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്താ പറയുക, മേക്കപ്പ് ആകെ അലമ്പാവും മേക്കപ്പൊക്കെ ചെയ്ത്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിന് ചാർജറും ഇതും ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയി വ്ളോഗൊക്കെ എടുക്കുവാണെങ്കിൽ ബൈ ചാൻസ് നമ്മുടെ ഫോൺ ഡെഡായ മമ്മിക്ക് ആകെ വിളിക്കാൻ പറ്റുന്ന, മമ്മിക്ക് ഇല്ലെങ്കിൽ ടെൻഷനാവും. അപ്പം ഞാൻ ചാർജറും എടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് യാ സെറ്റ്. പിന്നെ എൻ്റെ നാളേക്ക് ഇടാനുള്ള ഡ്രസ്സും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് സുഖമായി കിടന്നുറങ്ങാം. കാരണം നാളെ ലേറ്റ് ആയിട്ട് നീറ്റായാലും കുഴപ്പമില്ല. ഒരു 6:45 ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലേറ്റായി നീറ്റായാലും നീക്കുക, കുളിക്കുക, ഡ്രസ്സ് ഇടുക, പോവുക, അത്രയല്ലേ ഉള്ളൂ.
പിന്നെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെടുത്തേക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ, ചുമ്മാ ഞാൻ എവിടേക്കോ പോണ പോലെ ആൾക്കാർ എവിടൊക്കെ ഈ പോണത് അവള് അങ്ങനെ നല്ല എടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെക്കണത്. സോ യാ ദാറ്റ്സ് ഇറ്റ്.